Good morning. Good morning, ma'am. Good morning, ma'am. Good morning, all. Prayer ആരാണ്? Prayer ആരാണ്? ഞാൻ പറയാം, ma'am. Okay. Lord Jesus, please bless every student, trainee, and teacher present in this classroom. Grant us open heart and clear minding, so that we can understand the lessons that are present to us. Amen. Thank you, ma'am. Signing ആരാണ് മാം? Good morning, ma'am, and good morning, all. I am Mridula. It's my privilege to deliver the sign in today's class. I hope today is a wonderful day to everyone. And today our class is start with a wonderful prayer by Asina. And I am a very pleasure to welcome our beautiful Miss Aparna ma'am for Ashwati ma'am for handling today's class. And I also glad to welcome my enthusiastic and energetic teammates to our class. And I also invite Rachel for today's thought. Thank you. Every day is a new change to do something good. Thank you, ma'am. Thank you. നമ്മള് ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് ആയിരുന്നു. പിന്നെ മെനിഞ്ചിറ്റിസിനെ കുറിച്ച് സെമിനാർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. 3 പേർക്ക് തന്നിരുന്നു. ഞാൻ ടൈഫോയിഡ് മേറിയെ കുറിച്ച് നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെൻസൈറ്റിസിനെ കുറിച്ച് സെമിനാർ ആരൊക്കെയാ പ്രിപ്പയർ ചെയ്തത്? ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? 3 പേരുടെ പേര് പറഞ്ഞിരുന്നു. നോക്കട്ടെ, ഞാൻ പേര് എഴുതിയിട്ടുണ്ടോ? പറഞ്ഞോ കേട്ടോ. സ്നേഹ, രശ്മി, അസീന 3 പേരായിരുന്നു. ഞാൻ പറയാം, മാം ആദ്യം. Good morning, all of you. Today I am presenting meningitis. ഞാൻ മെനിഞ്ചിറ്റിസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മെനിഞ്ചിറ്റിസിന് കാരണമാവുന്നത് എന്താണ്? മെനിഞ്ചിറ്റിസ് സാധാരണയായി വൈറസ് മൂലമാണ് ഉണ്ടാവുന്നത്. കേന്ദ്ര നാഡീവ്യൂഹത്തെ ആക്രമിക്കുന്നു. മെനിഞ്ചിറ്റിസ് എന്നത് തലച്ചോറിനെയും സുഷുമ്നാ നാഡിയെയും ആവരണം ചെയ്യുന്ന സംരക്ഷിത ചർമ്മത്തിന്റെ നിശിതമോ വിട്ടുമാറാത്തതോ ആയ വീക്കമാണ്. ഇതിനെ മൊത്തത്തിൽ മെനിഞ്ചുകൾ എന്ന് വിളിക്കുന്നു. It is an inflammation of the membrane surrounding the brain and spinal cord. This membrane is called meninges. The protective layers that cover the brain and spinal cord. Meningitis can be caused by various factors, including bacteria, viral, fungal. Meningococcal meningitis is the full name of meningitis. തലച്ചോറിനെയും നട്ടലിനെയും സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചിസ. ഈ ആവരണത്തിന് വരുന്ന അണുബാധയാണ് മെനിഞ്ചിറ്റിസ. ഓരോ വർഷവും 25 ലക്ഷം പേർക്ക് മെനിഞ്ചിറ്റിസ് ബാധിക്കുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. മുതിർന്നവർക്ക് രോഗം വരുമെങ്കിലും കുട്ടികളിൽ ഉണ്ടാവുന്ന രോഗം അപകടകാരിയാണ്. മരണം വരെ സംഭവിക്കാൻ ഇടയുണ്ട്. ഇതിന്റെ കോസസ്: ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, അർബുദം, തലയിലെ പരിക്ക് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഇതിൽ ബാക്ടീരിയ മൂലമുണ്ടാവുന്ന മെനിഞ്ചിറ്റിസ് മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ അപകടകാരിയാണ്. 10 പേരിൽ ഒരാൾ ബാക്ടീരിയ മൂലമുണ്ടാവുന്ന മെനിഞ്ചിറ്റിസ് ബാധിച്ച് മരിക്കുന്നുണ്ട്. അർബുദം, HIV, പ്രമേഹം തുടങ്ങിയ രോഗമുള്ളവരിൽ ഫംഗൽ മെനിഞ്ചിറ്റിസിന് സാധ്യത ഏറെയാണ്. മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടരുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം എന്നും ഇതിന് പറയുന്നു. എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് നോക്കാം. പനി, തലവേദന, കഴുത്ത് വേദന, ഛർദി, സന്ധിവേദന, ചർമ്മത്തിലുണ്ടാവുന്ന തടിപ്പ്, ക്ഷീണം, പ്രകാശം നേരിടാൻ സാധിക്കാത്ത അവസ്ഥ, ആശയക്കുഴപ്പം, ഓർമ്മക്കുറവ് എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കോമൺ സിംറ്റംസ്: ഫീവർ വിത്ത് ആൻഡ് കോൾഡ് ഹാൻഡ്, ഫീറ്റ്. കയ്യും കാലൊക്കെ പനിയായിട്ട് കയ്യും കാലൊക്കെ തണുത്തിരിക്കുന്ന ഒരവസ്ഥ. വൊമിറ്റിംഗ് ഉണ്ടാവുന്നു. ഡ്രോസി ഓർ ഡിഫിക്കൽട്ട് ടു വേക്ക്, മയക്കം, ഉണരാനൊരു പ്രയാസം. കൺഫ്യൂഷൻ ആൻഡ് ഇറിറ്റബിലിറ്റി, ആശയക്കുഴപ്പം. മസിൽ പെയിൻ. പേൾ ബോച്ചി സ്കിൻ സ്പോട്ട്സ് ഓർ റാഷ്, ചർമ്മത്തിൽ ഉണ്ടാകുന്ന തടിപ്പ്. ഹെഡേഞ്ച്, സ്റ്റിഫ് നെക്ക്,
സ്റ്റൊമക്ക് ക്രാംസ് എന്നിവയാണ് ഇതിന്റെ സിംറ്റംസ്. എങ്ങനെ രോഗത്തെ പ്രതിരോധിക്കാം എന്ന് നമുക്ക് നോക്കാം. ബാക്ടീരിയ മൂലമുണ്ടാവുന്ന മെനിഞ്ചൈറ്റിസ് തടയാൻ ദീർഘകാലത്തേക്ക് വാക്സിനേഷനുകൾ ലഭ്യമാണ്. മെനിഞ്ചൈറ്റിസ് ബാധിച്ചവർക്ക് ആന്റിബയോട്ടിക്കുകളും ആന്റിവൈറലുകളും നൽകി ഹ്രസ്വകാലത്തേക്ക് പ്രതിരോധിക്കാം. ഒപ്പം മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗവ്യാപനം ഉള്ളതിനാൽ രോഗികളുമായി അടുത്തിടപഴകുന്ന സാഹചര്യങ്ങളിൽ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കുക. എന്താണ് മെനിഞ്ചൈറ്റിസ് എന്നും എന്താണ് രോഗകാരണങ്ങളെന്നും എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങളെന്നും നമ്മൾ പഠിച്ചു. ഇനി ഇത് എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്ന് നോക്കാം. വാഷ് യുവർ ഹാൻഡ്സ് തറൗലി ആൻഡ് ഓഫൺ. നിങ്ങളുടെ കൈകൾ നന്നായി ഇടയ്ക്കിടെ കഴുകുക. ഇൻഡൾജ് ഇൻ എക്സർസൈസ് ആൻഡ് മെയിൻറ്റെയിൻ എ ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. വ്യായാമത്തിൽ മുഴുകുക. ആരോഗ്യകരവും സമീകൃതകരവുമായ ഭക്ഷണം നിലനിർത്തുക. സ്റ്റേ അപ്ഡേറ്റഡ് ഓൺ ഓൾ ദ നെസസറി വാക്സിനേഷൻസ്. ആവശ്യമായ എല്ലാ വാക്സിനേഷനെ കുറിച്ചും അപ്ഡേറ്റഡ് ആയിരിക്കുക. ഡോണ്ട് ഷെയർ യുവർ ബീവറേജ് ആൻഡ് ഫുഡ് വിത്ത് അതേഴ്സ്. നിങ്ങളുടെ പാനീയങ്ങളും ഭക്ഷണങ്ങളും മറ്റുള്ളവരുമായി പങ്കിടരുത്. ഓൾവേസ് കവർ യുവർ നോസ് ആൻഡ് മൗത്ത് വൈൽ സ്നീസിംഗ് ഓർ കഫിംഗ്. തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ വായും മൂക്കും മൂടുക. എൻഷുർ ദാറ്റ് ദ ഫുഡ് യു കൺസ്യൂം ഈസ് വെൽ കുക്ക്ഡ്, എസ്പെഷ്യലി ഇഫ് യു ആർ പ്രഗ്നന്റ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നന്നായി പാകം ചെയ്തതാണെന്ന് ഉറപ്പാക്കുക, പ്രത്യേകിച്ച് നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ. ഡോണ്ട് ഷെയർ സർട്ടൻ പേഴ്സൺ ഐറ്റംസ് വിത്ത് അതേഴ്സ് സച്ച് ആസ് ലിപ്സ്റ്റിക്, യൂട്ടൻസിൽസ്, ടൂത്ത് ബ്രഷ്, ചീപ്പ് ടവൽ, സോപ്പ്, ലിപ്സ്റ്റിക്, പാത്രങ്ങൾ തുടങ്ങിയ ചില വ്യക്തിഗത ഇനങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാൻ പാടില്ല. ഇത് പടരുന്നത് തുപ്പലിൽ കൂടെയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഷെയർ ചെയ്യുന്നതിലൂടെയും വെള്ളം കുടിക്കുന്നത് മൂലം ഉമിനീര് വെള്ളത്തിൽ കലർന്നിട്ട് അതുവഴിയും വരാവുന്നതാണ്. അതുപോലെ മൂക്കിൽ കൂടിയുള്ള സെക്രീഷൻ വഴിയാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഇത് പടരാൻ കാരണം. വാക്സിനേഷൻ. ഹിബ് വാക്സിൻ ക്യാൻ ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ and even if vaccinated, anybody who has been in close contact with a person with meningococcal meningitis should get an oral antibiotic. This can help prevent the diseases. Complications. Hearing loss, trouble with vision, memory issues, learning disabilities, brain damage, trouble walking, kidney failure, shock, death. ഇവയെല്ലാം കോംപ്ലിക്കേഷൻ ആണ്. നെർവസ് സിസ്റ്റത്തെയാണ് ഇത് ഡാമേജ് ചെയ്യുന്നത്. താങ്ക് യു മാം. താങ്ക് യു ഓൾ ഓഫ് യു. അസീന നന്നായിരുന്നു കേട്ടോ. നെക്സ്റ്റ് സ്നേഹ രശ്മി. ഞാൻ പ്രസന്റ്. സ്നേഹ അല്ലേ? സ്നേഹ സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ. ടോപ്പിക് meningitis. Introduction. In spite of breakthrough in diagnosis, treatment, and vaccination in 2015, there were 8.7 million reported cases of meningitis worldwide with 379,000 subsequent deaths. This activity reviews the cause, presentation, and diagnosis of meningitis and highlights the role of the interprofessional team in its management. അതായത് രോഗനിർണയം, ചികിത്സ, വാക്സിനേഷൻ എന്നിവയിൽ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടും 2015 ലോകമെമ്പാടും 8.7 മില്യൺ മെനിഞ്ചൈറ്റിസ് കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തുടർന്ന് 379,000 മരണങ്ങൾ. ഈ പ്രവർത്തനങ്ങൾ മെനിഞ്ചൈറ്റിസിന്റെ കാരണം, അവതരണം, രോഗനിർണയം എന്നിവ അവലോകനം ചെയ്യുകയും അതിന്റെ മാനേജ്മെന്റിൽ ഇന്റർപ്രൊഫഷണൽ ടീംസിന്റെ പങ്കെടുത്ത് കാണിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ്. Reviews the cause of meningitis, describe the presentation of a patient with meningitis, summarize the treatment of meningitis. അതായത് മെനിഞ്ചൈറ്റിസിന്റെ കാരണങ്ങൾ അവലോകനം ചെയ്യുക, രോഗമുള്ള രോഗിയുടെ അവതരണം, ചികിത്സ സംഗ്രഹിക്കുക. Then, signs and symptoms of meningeal inflammation have been reported in countless ancient texts throughout history. However, the term meningitis came into general usage after surgeon John Abercrombie defined it in 1828. അതായത് മെനിഞ്ചൈറ്റിസിന്റെ ലക്ഷണങ്ങൾ ചരിത്രത്തിലുടനീളം എണ്ണമറ്റ പുരാതന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും 1828 സർജൻ ജോൺ അബർക്രോംബി നിർവചിച്ചതിനു ശേഷം
മെനിഞ്ചൈറ്റിസ് എന്ന പദം പൊതുവെ ഉപയോഗത്തിൽ വന്നു. നെക്സ്റ്റ്, meningitis is a life-threatening disorder that is most often caused by bacteria or viruses. Before the era of antibiotics, the condition was universally fatal. Nevertheless, even with great innovations in healthcare, the condition still carries a mortality rate of close to 25%. അതായത് മെനിഞ്ചൈറ്റിസ് ഒരു ജീവന് ഭീഷണിയായ രോഗമാണ്. ഇത് മിക്കപ്പോഴും ബാക്ടീരിയ ഓർ വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. ആന്റിബയോട്ടിക്കുകളുടെ യുഗത്തിന് മുൻപ് ഈ അവസ്ഥ സാർവത്രികമായി മാരകമായിരുന്നു. എന്നിരുന്നാലും ആരോഗ്യ സംരക്ഷണത്തിൽ വലിയ നൂതനാശയങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ അവസ്ഥ ഇപ്പോഴും 25% മരണനിരക്ക് വഹിക്കുന്നുണ്ട്. നെക്സ്റ്റ്, എറ്റിയോളജി. Meningitis is defined as inflammation of the meninges. The meninges are the three membranes that lines the vertebral canal and skull enclosing the brain and spinal cord. Encephalitis, on the other hand, is inflammation of the brain itself. അതായത് ഇതിന്റെ കാരണശാസ്ത്രം എന്ന് പറയുന്നത് മെനിഞ്ചൈറ്റിസിന്റെ മെനിഞ്ചുകളുടെ വീക്കം എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. തലച്ചോറിനെയും സുഷുമ്നാ നാഡിയെയും ഉൾക്കൊള്ളുന്ന വെർട്ടബ്രൽ കനാലിനെയും തലയോട്ടിയെയും ബാധിക്കുന്ന 3 മെംബ്രൻസ് ആണ് മെനിഞ്ചുകൾ. മറുവശത്ത് എൻസെഫലൈറ്റിസ് തലച്ചോറിന്റെ തന്നെ ഒരു വീക്കമാണ്. Then, meningitis can be caused by infections and non-infectious processes, autoimmune disorders, cancer, or paraneoplastic syndromes, drug reactions. The infections etiologic agents of meningitis include bacteria, viruses, fungi, and less commonly parasites. Then, risk factors for meningitis includes chronic medical disorders, extremes of ages, under vaccination, then immunosuppressed states, living in crowded conditions, alcohol use disorder, bacterial enterocarditis, then malignancy, dural defects, IV drug use, sickle cell anemia, splenectomy. ഇതൊക്കെയാണ് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, meningitis typically occurs through 2 routes of inoculation. The first one, hematogenous seeding. That is, bacteria colonize the nasopharynx and enter the bloodstream after mucosal invasion. Upon making their way to the subarachnoid space, the bacteria cross the blood-brain barrier, causing a direct inflammation and immune-mediated reaction. അതായത് മെനിഞ്ചൈറ്റിസ് സാധാരണയായി 2 തരത്തിലുള്ള കുത്തിവെപ്പിലൂടെയാണ് സംഭവിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെമിറ്റോജാനസ് സീഡിംഗ് എന്നാണ്. അതായത് ബാക്ടീരിയകൾ നാസോഫെർനെക്സിൽ കൂടുതൽ ഉണ്ടാവുകയും ദെൻ മ്യൂക്കോസൽ അതിലേക്ക് കയറിയതിനു ശേഷം രക്തപ്രവാഹത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ സബാരക്നോയിഡ് സ്ഥലത്തേക്ക് പോകുമ്പോൾ ബാക്ടീരിയകൾ തലച്ചോറിലെ രക്തത്തിൽ തടസ്സം കടന്ന് നേരിട്ടുള്ള വീക്കം, ദെൻ രോഗപ്രതിരോധം പ്രതികരണത്തിന് കാരണമാകുന്നുണ്ട്. ദെൻ ഡയറക്റ്റ് സെക്കൻഡ് വൺ ആണ് ഡയറക്റ്റ് കണ്ടിജിയസ് സ്പ്രെഡ്. അതായത് ഓർഗാനിസംസ് ക്യാൻ എൻറ്റർ ദി cerebrospinal fluid via neighboring anatomic structures, foreign objects, that means medical devices or penetrating trauma, or during operative procedures. Virus can penetrate the central nervous system via retrograde transmission along neuronal pathways or by hematogenous seeding. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള നമ്മളെ അണുബാധ ഉണ്ടാകുന്നത് ശരീരഘടനകൾ, അതായത് മെഡിക്കൽ ഉപകരണങ്ങൾ, തുറച്ചു കയറുന്ന ആഘാതം, ശസ്ത്രക്രിയാ നടപടിക്രമങ്ങൾ എന്നിവയിലൂടെ ജീവികൾ ഈ സെറിബ്രോസ്പൈനൽ ദ്രാവകത്തിൽ പ്രവേശിക്കാം. അങ്ങനെയും നമുക്ക് ഈ മെനിഞ്ചൈറ്റിസ് വരാം. ദെൻ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ. Meningitis can have a varied clinical presentation depending on age and immune status of the host. Symptoms typically include fever, neck pain, stiffness, and photophobia. More non-specific symptoms include headache, dizziness, confusion, delirium, irritability, and nausea or vomiting. Signs of increased intracranial pressure, altered mental status, neurologic deficits, and seizures, potent a poor prognosis. അതായത് ഇതിന്റെ ചരിത്രവും അതിങ്ങനെ പറയുന്ന വെച്ചാൽ ഹോസ്റ്റിന്റെ, അതായത് ഈ രോഗിയുടെ പ്രായത്തെയും രോഗപ്രതിരോധ നിലയും ആശ്രയിച്ച് മെനിഞ്ചൈറ്റിസ് വ്യത്യസ്തമായ ഒരു ക്ലിനിക്കൽ അവതരണം ഉണ്ടാകാം.
ലക്ഷണങ്ങളിൽ സാധാരണയായിട്ട് പനി, കഴുത്തുവേദന, ആ ഒരു വേദനയുടെ കാഠിന്യം, പിന്നെ ഫോട്ടോഫോബിയ എന്നിവ ഉൾപ്പെടുന്നു. തലവേദന, തലകറക്കം, ഒരു തരം മാനസിക വിഭ്രാന്തി, ഓക്കാനം, ഛർദി എന്നിവയാണ് കൂടുതൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. The following risk factors should increase clinical suspicious. That is, first one, incomplete vaccination, then immunosuppression, children younger than 5 years and adults older than 65 years, alcohol use disorder എന്നിവയ്ക്കാണ് ഘടകങ്ങൾ. പിന്നെ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്ന ആൾക്കാർ, അതായത് അടുത്ത സമ്പർക്കം, അപൂർണമായ വാക്സിനേഷനുകൾ, രോഗപ്രതിരോധ ശേഷി കുറവ്, അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും 65 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരിലും, പിന്നെ മദ്യപാനം, ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഈ രോഗികളാക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞത്. ഇവരിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. Then key facts. Meningitis is a devastating disease that can be deadly and often results in serious long-term health issues. Meningitis remains a major global public health challenge. Many organisms can cause meningitis, including bacteria, viruses, fungi, and parasites. Bacterial meningitis is of particular concern. Around 1 in 6 people get this type of meningitis, die, and 1 in 5 have severe complication. Epidemics of meningitis are seen across the world, particularly in sub-Saharan Africa. Vaccines are the most effective way to deliver long-lasting protection. അതായത് മെനിഞ്ചൈറ്റിസിന്റെ പ്രധാന വസ്തുതകൾ എന്ന് പറയുന്നത്, മെനിഞ്ചൈറ്റിസ് ഒരു വിനാശകരമായ രോഗമാണ്. അത് മാരകമായേക്കാം. പലപ്പോഴും ഗുരുതരമായ ലോങ് ടേം ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. മെനിഞ്ചൈറ്റിസ് എപ്പോഴും ഒരു ആഗോള പൊതുജനാരോഗ്യ വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്നു. ബാക്ടീരിയ, വൈറസുകൾ, ഫംഗസ്, പാരസൈറ്റ്സ്, അതായത് പരാദങ്ങൾ എന്നിവയുൾപ്പെടെ പല ജീവികൾക്കും മെനിഞ്ചൈറ്റിസ് കാരണമാകാം. ബാക്ടീരിയ മെനിഞ്ചൈറ്റിസ് പ്രത്യേകിച്ചും ക്രിട്ടിക്കലായ ഒരു സെക്ഷനാണ്. ദെൻ ഈ തരത്തിലുള്ള മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്ന 6 പേരിൽ ഒരാൾ മരിക്കുകയും 5 പേരിൽ ഒരാൾക്ക് ഗുരുതരമായ സങ്കീർണതകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ലോകമെമ്പാടും പ്രത്യേകിച്ച് സബ്-സഹാറൻ ആഫ്രിക്കയിൽ മെനിഞ്ചൈറ്റിസിന്റെ പകർച്ചവ്യാധികൾ കാണപ്പെടുന്നുണ്ട്. ദീർഘകാല സംരക്ഷണം നൽകുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് വാക്സിനുകൾ. Then, who is at risk? Meningitis can affect anyone, anywhere, and at any age. The pathogens that cause it can vary based on a person's age and immune system and level of exposure to risk, which can be influenced by their living conditions and geographical location. Newborn babies are most at risk from group B Streptococcus, whereas children and adolescents are at most risk of meningococcus, pneumococcus, and Haemophilus influenzae. Pneumococcus and meningococcus also account for most cases of bacterial meningitis among adults. അതായത് മെനിഞ്ചൈറ്റിസ് ആരെയും എവിടെയും ഏത് പ്രായത്തിലും ബാധിക്കാം. ഒരു വ്യക്തിയുടെ പ്രായത്തെയും രോഗപ്രതിരോധ സംവിധാനത്തെയും ജീവിത സാഹചര്യങ്ങളെയും ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തെയും സ്വാധീനിക്കുന്ന അപകട സാധ്യതയുടെ അളവിനെയും ആശ്രയിച്ച് അതിന് കാരണമാകുന്ന വൈറസ് ഓർ ബാക്ടീരിയസ് വ്യത്യാസപ്പെടാം. ദെൻ ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കസ് മൂലം നമ്മുടെ ന്യൂ ബോൺ ബേബീസിന് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുണ്ട്. അറ്റ് സെയിം ടൈം കുട്ടികളും കൗമാരക്കാരും മെനിങ്കോകോക്കസ്, ന്യൂമോകോക്കസ്, ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ എന്നിവയ്ക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളവരുമാണ്. മുതിർന്നവരിൽ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിന്റെ മിക്ക കേസുകളിലും ന്യൂമോകോക്കസും മെനിങ്കോകോക്കസും കാരണമാകുന്നു. നെക്സ്റ്റ്, കോസസ് ഓഫ് മെനിഞ്ചൈറ്റിസ്. Viral infections are the most common cause of meningitis in the United States, followed by bacterial infections and rarely fungal and parasite infection. Because bacterial infections can be led to death, finding the cause it vital. അതായത് മെനിഞ്ചൈറ്റിസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മെനിഞ്ചൈറ്റിസിന്റെ ഏറ്റവും സാധാരണമായ കാരണം വൈറൽ അണുബാധകളാണ്. തുടർന്ന് ബാക്ടീരിയ അണുബാധകളും അപൂർവമായി ഫംഗസ്, പാരസൈറ്റ്സ് അണുബാധകളും ഉണ്ട്. ബാക്ടീരിയ അണുബാധ മരണത്തിലേക്ക് നയിച്ചേക്കാവുന്നതാണ്. കാരണം അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് കൂടുതലാണ്. അതിൽ ഫസ്റ്റ് വൺ
bacterial meningitis. Bacterial meningitis. Germs that are enter the bloodstream and travel to the brain and spinal cord cause bacterial meningitis. But bacterial meningitis also can happen when bacteria directly enter the meninges. This may be caused by an ear or sinus infection or a skull fracture. Rarely, some surgeries can cause it. Several strains of bacteria can cause bacterial meningitis. The most common are, അതായത് ബാക്ടീരിയ മെനിഞ്ചിസ്റ്റ് ഇതിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. This germ is the most common cause of bacterial meningitis in infants, young children, and adults in the United States. It more often causes pneumonia or ear or sinus infections. A vaccine can help prevent this infection. അതായത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത്, മിസ് ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, അത് കുട്ടി കരയുന്നുണ്ട്, ഒറ്റ മിനിറ്റ്. മാം, ഈ മെനിഞ്ചൈറ്റിസ് നമുക്ക് ഞങ്ങൾ പഠിക്കണോ അതിനെപ്പറ്റി? ഇല്ലടാ, നമ്മുടെ കോമൺ ചൈൽഡ് ഡിസീസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അസുഖമാണ്. കാരണം ഇന്ന് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് എന്ത്, മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് നമ്മള് എന്താ പറയാ, ഈ അസുഖത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ ലക്ഷണങ്ങള് നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ കുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണം, മറ്റു കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടോപ്പിക്ക് തന്നത്. അതേപോലെ സെമിനാർ. ഹലോ, മസ്തിഷ്ക ജ്വരം. പറഞ്ഞോ സ്നേഹ, സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ കേൾക്കുന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്തോ സ്നേഹ. Okay. Streptococcus pneumonia. This germ is the most common cause of bacterial meningitis in infants, young children, and adults in the United States. It more often causes pneumonia or ear or sinus infection. A vaccine can help prevent this infection. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സില് ശിശുക്കളിലും മുതിർന്നവരിലും ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിന് ഏറ്റവും സാധാരണമായ കാരണം ഈ രോഗാണുവാണ്. ഇത് പലപ്പോഴും ന്യൂമോണിയ അല്ലെങ്കിൽ ചെവി അല്ലെങ്കിൽ സൈനസ് അണുബാധയ്ക്ക് കാരണമാകുന്നുണ്ട്. ഒരു വാക്സിനുകളിലൂടെ ഈ അണുബാധ തടയാൻ സഹായിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നെക്സ്റ്റ്, നീസറിയ മെനിഞ്ചൈറ്റിസ്. This germ causes a bacterial meningitis called meningococcal meningitis. These germs most often cause an upper respiratory infection, but they can cause meningococcal meningitis when they enter the bloodstream. This is an easy to catch infection that affects mainly teenagers and young adults. It may cause local outbreaks in college dorms, boarding schools, and military bases. A vaccine can help to prevent infection. Even if vaccinated, anybody who has been in close contact with a person with meningococcal meningitis should get an oral antibiotics. This can help prevent diseases. അതായത് നീസറിയ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ രോഗാണു മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസിന് കാരണമാകുന്നു. ഈ രോഗാണുക്കൾ മിക്കപ്പോഴും നമ്മുടെ മുകളിലെ ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്നു. എന്നാൽ അവ ഈ ബ്ലഡ് സ്ട്രീമിൽ, അതായത് രക്തപ്രവാഹത്തിൽ പ്രവേശിക്കുമ്പോൾ മെനിങ്കോകോക്കൽ മെനിഞ്ചൈറ്റിസിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് എളുപ്പത്തിൽ പിടിക്കപ്പെടാവുന്ന ഒരു അണുബാധയാണ്. ഇത് പ്രധാനമായും ടീനേജേഴ്സിലും പിന്നെ യുവാക്കളിലെ ബാധിക്കുന്നുണ്ട്. കോളേജ് ഡോർമിറ്ററികളിലും ബോർഡിംഗ് സ്കൂളുകളിലും സൈനിക, അതായത് ആർമി താവളങ്ങളിലും ഇത് പ്രാദേശികമായി പൊട്ടിപ്പുറപ്പെടാൻ ബ്ലാസ്റ്റേം കാരണമായേക്കാം. നെക്സ്റ്റ്, Haemophilus influenzae. Haemophilus influenzae type B bacteria, also called HIB bacteria, was once the leading cause of bacterial meningitis in children, but new HIB vaccines have greatly cut this type of B meningitis. അതായത് ഹീമോഫിലൻസ് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞാല്
ഹിമോഫിലിസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി ബാക്ടീരിയ ഓർ HIV ബാക്ടീരിയ എന്നും അറിയപ്പെടുന്നു. ഒരു കാലത്ത് കുട്ടികളിൽ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിന് പ്രധാന കാരണമായിരുന്നു ഈ HIV ബാക്ടീരിയ എന്ന് പറയുന്നത്. എന്നാൽ പുതിയ HIV വാക്സിനുകൾ ഈ തരം മെനിഞ്ചൈറ്റിസിനെ വളരെയധികം കുറച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ലിസീരിയ മോണോസൈറ്റോജനസ്. These bacteria can be found in cheeses that are in pasteurized hot dogs and lunch meat. People who are pregnant, newborns, older adults, and people with weakened immune systems are most likely to be affected. During pregnancy, Listeria can cross the placenta. Infections in late pregnancy may be fatal to the baby. അതായത് ലിസ്റ്റീരിയ മോണോസൈറ്റോജനുകൾ, അതായത് പാസ്ചറൈസ്ഡ് ചെയ്യാത്ത ചീസുകൾ, പിന്നെ ഉച്ചഭക്ഷണ മാംസം എന്നിവയിൽ ഈ ബാക്ടീരിയകൾ കാണപ്പെടുന്നു. അതുപോലെ പ്രഗ്നന്റ് ലേഡീസ്, ഗർഭിണികൾ, നവജാത ശിശുക്കൾ, പ്രായമായവർ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർ എന്നിവരെയാണ് ഇത് പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുള്ളത്. ദെൻ പ്രഗ്നൻസി ടൈമിൽ ലിസ്റ്റീരിയ പ്ലസന്റയെ മറികടക്കാൻ കഴിയും. ഗർഭാവസ്ഥയുടെ ലാസ്റ്റ് ടൈമിൽ അണുബാധകൾ കുഞ്ഞിന് മാരകമായേക്കാം. നെക്സ്റ്റ്, viral meningitis. Viral meningitis is most often mild and clears. A group of viruses known as enteroviruses is most often the cause in the United States. Enteroviruses are most common in later summer and early fall. Viruses such as herpes simplex virus, HIV, mumps virus, West Nile virus, and others also can cause viral meningitis. അതായത് വൈറൽ മെനിഞ്ചൈറ്റിസ് മിക്കപ്പോഴും സ്വയം മാറാൻ ശേഷിയുള്ള തരത്തിലുള്ളതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എൻട്രോ വൈറസുകൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം വൈറസുകളാണ് മിക്കപ്പോഴും കാരണം ഈ മെനിഞ്ചൈറ്റിസിന്. അതായത് വേനൽക്കാലത്തിന്റെ അവസാനത്തിലും സമ്മർ സീസൺ തുടക്കത്തിലും എൻട്രോ വൈറസുകൾ ഏറ്റവും സാധാരണമാണ്. Then chronic meningitis. Chronic meningitis whose symptoms last at least 4 weeks without a let-up. There are many causes of chronic meningitis. Symptoms can be like those of new onset meningitis, but they come on slower and last longer. Symptoms may include headache, fever, vomiting, and brain fog. അതായത് ക്രോണിക് മെനിഞ്ചൈറ്റിസ് എന്നത് കുറഞ്ഞത് 4 ആഴ്ചയെങ്കിലും തുടർച്ചയായി അതിന്റെ സിംറ്റംസ് നിലനിർത്തുന്ന ഒരു മെനിഞ്ചൈറ്റിസ് ആണ്. ക്രോണിക് മെനിഞ്ചൈറ്റിസിന് നിരവധി കാരണങ്ങളുണ്ട്. അതായത് പുതുതായി ആരംഭിച്ച മെനിഞ്ചൈറ്റിസിന് സമാനമായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാകാം, എന്നാൽ അവ സാവധാനത്തിൽ പ്രത്യക്ഷപ്പെടുകയും കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഹെഡേക്ക്, തലവേദന, പനി, ഛർദി, മസ്തിഷ്ക മൂടൽ മഞ്ഞ് എന്ന് പറയും, എന്നിവ ലക്ഷണങ്ങൾ ഉൾപ്പെടാം. Then fungal meningitis. It may act like bacterial meningitis, but symptoms may start slower and build over time. Breathing in fungus spore found in soil, then drain, wood, and bird droppings can be the cause. It doesn't spread from person to person. Cryptococcal meningitis is a common fungal form of the disease. It affects people with a weakened immune system, such as from AIDS. It can cause death if not treated with an antifungal medicine. Even with the treatment, fungal meningitis may come back. അതായത് ഫംഗൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഫംഗൽ മെനിഞ്ചൈറ്റിസ് സാധാരണമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്ന് പറയപ്പെടുന്നു. ഇത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് പോലെ പ്രവർത്തിച്ചേക്കാം, എന്നാൽ ലക്ഷണങ്ങൾ സാവധാനത്തിൽ ആരംഭിച്ച് കാലക്രമേണ വർദ്ധിക്കാം. മണ്ണിൽ കാണപ്പെടുന്ന ഫംഗസ് ബീജങ്ങൾ ശ്വസിക്കുന്നത്, മരം ചീഞ്ഞ് ഉണ്ടാകുന്ന ബാക്ടീരിയാസ്, പക്ഷികളുടെ കാഷ്ടം എന്നിവയൊക്കെ ഇതിന് കാരണമായേക്കാം, ഈ ഒരു ഫംഗൽ ഇതിന്. ഫംഗൽ മെനിഞ്ചൈറ്റിസ് വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരില്ല. ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ് രോഗത്തിന്റെ ഒരു സാധാരണ ഫംഗസ് രൂപമാണ് ഇത്. എയ്ഡ്സ് പോലുള്ള ദുർലഭമായ രോഗപ്രതിരോധ ശേഷിയുള്ള ആളുകളെ ഇത് ബാധിക്കുന്നു. ഒരു ആന്റി ഫംഗൽ മരുന്ന് ഉപയോഗിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ ഇത് മരണത്തിന് കാരണമാകും. ചികിത്സിച്ചാലും കൂടി ഈ ഫംഗൽ മെനിഞ്ചൈറ്റിസ് നമുക്ക് വരാം. Then tuberculous meningitis. This type of meningitis is a rare complication of tuberculosis, also called TB, but it can be serious like a fungal meningitis.
Its symptoms can start slowly and build up over days to weeks. TB meningitis needs treatment with TB medicines. അതായത് ക്ഷയരോഗ മെനിഞ്ചൈറ്റിസ്, ദാറ്റ് മീൻസ് ട്യൂബർക്യുലസ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഈ തരം മെനിഞ്ചൈറ്റിസിന് ക്ഷയരോഗത്തിന്റെ ഒരു അപൂർവ സങ്കീർണതയാണ് ഇത്. ഇതിനെ TB എന്നും വിളിക്കുന്നു. പക്ഷെ ഇത് ഗുരുതരമാകാം. ഫംഗസ് മെനിഞ്ചൈറ്റിസ് പോലെ ഇതിന്റെ ലക്ഷണങ്ങൾ സാവധാനത്തിൽ ആരംഭിച്ച് ദിവസങ്ങൾ മുതൽ ആഴ്ചകൾ വരെ വർദ്ധിക്കാം. ക്ഷയരോഗം ഒരു വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് എളുപ്പത്തിൽ പകരുന്നുണ്ട് അല്ലെ. അതുപോലെ ക്ഷയരോഗം മെനിഞ്ചൈറ്റിസിന് TB മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സ ആവശ്യമാണ്. നെക്സ്റ്റ്, പാരാസൈറ്റ് മെനിഞ്ചൈറ്റിസ്. ഇറ്റ് ക്യാൻ കോസ് എ റെയർ ടൈപ്പ് ഓഫ് മെനിഞ്ചൈറ്റിസ് കോൾഡ് ഈസ്നോഫിലിക് മെനിഞ്ചൈറ്റിസ്. എ tapeworm infection in the brain or cerebral malaria also can cause parasite meningitis. Then amoebic meningitis is a rare type that sometimes comes from swimming in fresh water. It can quickly become life-threatening. The main parasites that cause meningitis most often infect animals. People can get infected by eating foods that can have these parasites. meningitis. അതായത് പാരസൈറ്റ് മെനിഞ്ചൈറ്റിസ് പരാത ജീവികൾ ഈസ്നോഫിലിക് മെനിഞ്ചൈറ്റിസ് എന്നറിയപ്പെടുന്ന ഒരു അപൂർവ തരം മെനിഞ്ചൈറ്റിസിന് കാരണമാകും. തലച്ചോറിലെ ടേപ്വോം ഒരു തരം എന്താ പറയാ വിര അണുബാധയോ സെറിബ്രൽ മലേറിയയിലും പരാത മെനിഞ്ചൈറ്റിസിന് കാരണമാകും. അമീബിക് മെനിഞ്ചൈറ്റിസ് ശുദ്ധജലത്തിൽ നീന്തുന്നതിലൂടെ ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു അപൂർവ വീഴ്ചയാണ്. ഇന്നലെ നമ്മുടെ നാട്ടിൽ 2 കുട്ടികൾക്ക് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ ഇന്നലെ ന്യൂസിൽ വായിച്ചിട്ടുള്ളത്. ഇത് പെട്ടെന്ന് ജീവന് ഭീഷണിയാകും. മെനിഞ്ചൈറ്റിസ് കാരണമാകുന്ന പ്രധാന പരാതങ്ങൾ മിക്കപ്പോഴും മൃഗങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഈ പരാതങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ ആളുകൾക്ക് അണുബാധ ഉണ്ടാകാം. പരാത മെനിഞ്ചൈറ്റിസ് വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരില്ല. Then other meningitis causes എന്ന് പറയുന്നത് causes of meningitis that are infectious include chemical reactions, medicines, allergies, some types of cancer and diseases such as sarcoidosis. Then മെനിഞ്ചൈറ്റിസിന്റെ മറ്റു കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അണുബാധയല്ലാത്ത മെനിഞ്ചൈറ്റിസിന്റെ രാസപ്രവർത്തനങ്ങള്, മരുന്നുകള്, അലർജീസ്, ചിലതരം അർബുദങ്ങൾ, ക്യാൻസേഴ്സ്, സാർക്കോയിഡോയിഡ്സ് പോലുള്ള രോഗങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. Then ഇതിന്റെ മെനിഞ്ചൈറ്റിസിന്റെ കോംപ്ലിക്കേഷൻസ്. Meningitis complications can be serious. The longer someone has the disease without treatment, the greater the risk of seizures and long-term nerve systems damage. Damages can include hearing loss, trouble with vision, memory issues, learning disabilities, brain damage, trouble walking, seizures, kidney failure, shock, death. അതായത് ഇതിന്റെ കോംപ്ലിക്കേഷൻ സങ്കീർണതകൾ എന്ന് പറയുന്നത് ഗുരുതരമായേക്കാം. ചികിത്സയില്ലാതെ ഒരാൾക്ക് ഈ രോഗം എത്രത്തോളം നീണ്ടു നിൽക്കുന്നുവോ അത്രത്തോളം അതിന്റെ കോംപ്ലിക്കേഷൻസും കൂടും. അതായത് നാഡീവ്യവസ്ഥയ്ക്ക് ദീർഘകാല നാശനഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അതിൽ ഉണ്ടാകുന്ന ഡാമേജസ് എന്ന് പറയുന്നത് കേൾവിക്കുറവ്, കാഴ്ചയുടെ പ്രശ്നം, ഓർമ്മ പ്രശ്നം, ദെൻ ലേണിംഗ് ഡിസബിലിറ്റീസ്, തലച്ചോറിന് ക്ഷതം, നടക്കാനുള്ള ബുദ്ധിമുട്ട്, ചിലപ്പം അപസ്മാരം, ദെൻ കിഡ്നി ഫെയിലിയർ, വൃക്കയുടെ തകരാറുകൾ, ദെൻ മരണം. ഏറ്റവും വലുത് മരണം വരെ സങ്കീർണതകളാണ്. ദെൻ പ്രിവെൻഷൻ. Common germs that can cause meningitis can spread through coughing, sneezing, or kissing. Germs also spread by shared eating utensils, toothbrushes, or cigarettes. These steps can help prevent meningitis. അതായത് പ്രതിരോധം. മെനിഞ്ചൈറ്റിസിന് കാരണമാകുന്ന പ്രധാന രോഗാണുക്കൾ ചുമ, തുമ്മൽ എന്നിവയിലൂടെ പടരും. ദെൻ നമ്മൾ ഷെയർ ചെയ്ത ഭക്ഷണ പാത്രങ്ങള്, ടൂത്ത് ബ്രഷുകൾ അല്ലെങ്കിൽ സിഗരറ്റ്സ് എന്നിവയിലൂടെയും നമുക്ക് രോഗാണുക്കള് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പടരാം. അതിന്റെ സ്റ്റെപ്സ് ടു പ്രിവെന്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, വാഷ് യുവർ ഹാൻഡ്സ്. കെയർഫുൾ ഹാൻഡ് വാഷിംഗ് ഹെൽപ്സ് പ്രിവെന്റ് ദി സ്പ്രെഡ് ഓഫ് ജേംസ്. Teach children to wash their hands often. Teach them to wash hands before eating and after using the toilets. Spending time in a crowded public place or petting animals. അതായത് അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൈകൾ കഴുകുക. ശ്രദ്ധാപൂർവം കൈ കഴുകുന്നത് രോഗാണുക്കളുടെ വ്യാപനം തടയാൻ സഹായിക്കുന്നു. കുട്ടികളെ പലപ്പോഴും കൈകൾ കഴുകാൻ പഠിപ്പിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും അതിന് ശേഷവും, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും
തിരക്കേറിയ പൊതുസ്ഥലത്ത് നമ്മൾ ടൈം സ്പെൻഡ് കഴിഞ്ഞതിന് ശേഷവും ദെൻ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള കളിക്കുകയൊക്കെ ചെയ്താൽ അതിന് ശേഷവും കൈകൾ കഴുകാൻ പഠിപ്പിക്കുക. നന്നായി കൈകൾ കഴുകാനും അവരെ പഠിപ്പിക്കുക. അതിലൂടെ നമുക്ക് ഒരു തരത്തില് രോഗവ്യാപനം തടയാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. Then second one is parasite good hygiene. Don't share drinks, food, straws, eating utensils, lip balms or toothbrushes with anyone. അതായത് നല്ല ശുചിത്വം പാലിക്കുക. നമ്മൾ കുടിക്കുന്ന ഡ്രിങ്ക്സ്, ഭക്ഷണങ്ങള്, സ്ട്രോകള്, ഭക്ഷണ പാത്രങ്ങള്, ലിപ് ബാമുകൾ അല്ലെങ്കിൽ ടൂത്ത് ബ്രഷസ് എന്നിവ ആരുമായിട്ടും ഷെയർ ചെയ്തിരിക്കുക. ഈ വസ്തുക്കളിലൂടെ ഒരാൾ യൂസ് ചെയ്ത് മറ്റൊരാൾ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വൈറസ് സ്പ്രെഡ് ആകും. അപ്പൊ ഇത് തടയുക, കുട്ടികളിൽ അത് പറഞ്ഞ് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് വൺ, സ്റ്റേ ഹെൽത്തി. Keep your immune system strong by getting enough rest, exercising regularly, and eating a good diet with fresh fruits, vegetables, and whole grains. അതായത് ആരോഗ്യത്തോടെ ഇരിക്കുക, മതിയായ വിശ്രമം, പതിവായി എക്സസൈസ് ചെയ്യല് എന്നിവയിലൂടെ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ നിലനിർത്തുക. അതുപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എന്നിവയൊക്കെയാണ് പറയുന്നത്. Then cover your mouth. When you need to cough or sneeze, cover your mouth and nose. Even better, cough or sneeze into your shoulder. അതായത് നമ്മൾ ചുമക്കുകയോ തുമ്മുകയൊക്കെ ചെയ്യുമ്പോൾ വായും മൂക്കും മൂടുന്നത് ഉറപ്പാക്കുക. അതിലും നല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ തുമ്മോ ഇതൊക്കെ ചെയ്യുന്നിടത്തുള്ള വൈറസ് സ്പ്രെഡ് ആകും, അതുവഴി രോഗങ്ങൾ പടരും. Then next one, if you are pregnant, reduce your risk of a Listeria infection by cooking meat, including hot dogs and lunch meats, to 165 degree Fahrenheit. Eat only cheese made from milk that has been pasteurized to kill germs. അതായത് ഗർഭിണികളാണെങ്കിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. അതായത് മാംസമൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് പാചകം ചെയ്തിട്ട് അണുക്കളെ, അതായത് ലിസ്റ്റീരിയ അണുബാധയുള്ള സാധ്യത കുറയ്ക്കുക. അണുക്കളെ പാസ്ചറൈസ് ചെയ്ത പാലിൽ നിന്ന് നിർമ്മിച്ച ചീസുകൾ മാത്രം കഴിക്കുക. പിന്നെ ചീസുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് ഉറപ്പാക്കാൻ ലേബലുകൾ പരിശോധിക്കും. നല്ലതാണെന്നുള്ളത് നമ്മുടെ ഇപ്പം എക്സ്പയറി ഡേറ്റ് വാങ്ങൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ആഫ്റ്റർ ദാറ്റ് യൂസ് ചെയ്യുക. Then vaccinations. Vaccinations can help prevent some forms of bacterial meningitis. Vaccinations include Haemophilus influenza type B vaccine. This vaccine is called HIV for short. The US Centers for Disease Control and Prevention, also called the CDC, suggests this vaccine for children starting at about 2 months of age. This vaccine also is for some adults. This includes adults who have sickle cell disease or AIDS and those who don't have a spleen. അതായത് വാക്സിനേഷൻ ചില തരത്തിലുള്ള ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് തടയാൻ വാക്സിനേഷനുകൾക്ക് സഹായിക്കും. അതിലൊന്നാമത്തേതാണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി വാക്സിൻ എന്ന് പറയുന്നത്. ഈ വാക്സിൻ ചുരുക്കത്തിൽ HIV എന്നാണ് അറിയപ്പെടുന്നത്. CDC എന്നും അറിയപ്പെടുന്ന US സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഏകദേശം 2 മാസം പ്രായമുള്ള കുട്ടികൾക്കായി ഈ വാക്സിൻ നിർദ്ദേശിക്കുന്നുണ്ട്. ചില മുതിർന്നവർക്കും ഈ വാക്സിൻ ഉണ്ട്. അതായത് സിക്കിൾ സെൽ അനീമിയ, അതായത് നമ്മൾ കേട്ടിട്ട് അരിവാൾ രോഗം എന്ന് പറയുന്നില്ലേ, അത് അരിവാൾ സെൽ സീഡ്സ് അല്ലെങ്കിൽ എയ്ഡ്സ് ഉള്ള മുതിർന്നവർക്കും പ്ലീഹ അതില്ലാത്തവർക്കും ഒക്കെ ഇത് ഉൾപ്പെടും. വാക്സിന് യൂസ് ചെയ്യുന്നുണ്ട്. The pneumococcal conjugate vaccine. This vaccine also called PCV15 or PCV20. The CDC suggests this vaccination for children younger than 2 years. This vaccine is also for children ages 2 through 18 who are at high risk of pneumococcal diseases. അതായത് ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ എന്ന് പറയുന്നത് PCV15 അല്ലെങ്കിൽ PCV20 എന്നും ഈ വാക്സിൻ അറിയപ്പെടുന്നു. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി ഈ വാക്സിൻ CDC നിർദ്ദേശിക്കുന്നു. ന്യൂമോകോക്കൽ രോഗത്തിന് ഉയർന്ന സാധ്യതയുള്ള, അതായത് 2 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കും ഈ വാക്സിൻ അനുയോജ്യമാണ്. Then pneumococcal polysaccharide vaccine. Pneumococcal polysaccharide vaccine is also called PPSV23. Older children and adults who need protection from pneumococcal germs might get this vaccine. The CDC suggests the PPSV23 vaccine for all adults older than 65. It's also for younger adults and children ages 2 and older who have weak immune system or
ongoing illness such as heart disease, diabetes, or sickle cell anemia, and it's for anyone who doesn't have a spleen. അതായത് ന്യൂമോകോക്കൽ പോളിസാക്കറൈഡ് വാക്സിൻ, ഈ വാക്സിൻ PPSP23 എന്നും അറിയപ്പെടുന്നു. ന്യൂമോകോക്കൽ അണുക്കളിൽ നിന്ന് സംരക്ഷണം ആവശ്യമുള്ള മുതിർന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ വാക്സിൻ ലഭിച്ചേക്കാം. 65 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്നവർക്കും PPSP23 വാക്സിൻ CDC നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കും 2 വയസ്സും അതിൽ കൂടുതലുമുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ വീക്കായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളവർക്കും ഹൃദ്രോഗം, പ്രമേഹം അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ പോലുള്ള തുടർച്ചയായ രോഗങ്ങളോ ഉള്ളവർക്കും വേണ്ടിയുള്ളതാണ് ഈ വാക്സിൻ. Then meningococcal conjugate vaccine. This vaccine also called MenACWY. The CDC suggests giving a single dose of MenACWY to children ages 11 to 12 with a booster shot given at the age 16. Children between ages of 2 months and 10 years who are at high risk of bacterial meningitis can get this vaccine. So can children in this age range who have been around someone with the disease? It's also vaccine for people who haven't been vaccinated, who have been exposed to meningitis but are in risk. അതായത് മെനിഞ്ചോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ എന്നുള്ളത് ഈ വാക്സിൻ MenACWY എന്നറിയപ്പെടുന്നുണ്ട്. 11 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഈ ഒരു ഡോസ് നൽകാനോ 16 വയസ്സിൽ ഒരു ബൂസ്റ്റർ ഷോട്ട് നൽകാനും CDC നിർദ്ദേശിക്കുന്നുണ്ട്. 13നും 15നും ഇടയിൽ പ്രായമുള്ള ആദ്യ വാക്സിൻ എടുക്കുന്ന കുട്ടികൾക്ക് 16നും 18നും ഇടയിൽ പ്രായമുള്ളവർക്ക് ബൂസ്റ്റർ എടുക്കാം. 16 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർക്ക് കുത്തിവയ്പും എടുക്കാം. Then next one, 5th one is serogroup B meningococcal vaccine. അതായത് MENB. The CDC suggested this vaccine for adults and children 10 years and older who are at increased risk of meningococcal disease. They include adults and children with a sickle cell disease, those who have a damaged spleen or those who have had their spleen removed. This vaccine also for people with the rare immune disorder called complement component deficiency or who take certain medicines. People who are exposed to an outbreak of serogroup B meningococcal disease also might get this vaccine. അതായത് സെറോഗ്രൂപ്പ് ബി മെനിഞ്ചോകോക്കൽ വാക്സിൻ അഥവാ MENB എന്ന് പറഞ്ഞ രോഗസാധ്യത കൂടുതലുള്ള 10 വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്നവർക്കും കുട്ടികൾക്കും CDC വാക്സിൻ നിർദ്ദേശിക്കുന്നു. സിക്കിൾ സെൽ രോഗമുള്ള മുതിർന്നവരും കുട്ടികളും പ്ലീഹ നമ്മുടെ എന്താ പറയണ്ട സെൽസ് ഇല്ലാത്തവരല്ലേ അതും രോഗമുള്ളവർക്കും കേടുപാടുകൾ സംഭവിച്ചവർക്കും പ്ലീഹയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചവർക്കും പ്ലീഹ നീക്കം ചെയ്തവരും ഇതിൽ ഉൾപ്പെടുന്നു. ദെൻ ഘടകക്കുറവ് എന്ന അപൂർവ രോഗപ്രതിരോധ വൈകല്യമുള്ളവർക്കോ ചില മരുന്നുകൾ അതായത് എന്തെങ്കിലും നമുക്ക് ഡയബറ്റിസ് പോലെ മരുന്നുകൾ കഴിക്കുന്നില്ലേ, ചില മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഈ വാക്സിൻ ഉപയോഗിക്കാം. സെറോസ്കോപ്പിയുടെ പൊട്ടിപ്പുറപ്പെടലിന് വിധേയരായ ആളുകളാണ് ഈ മേൽ പറഞ്ഞവരൊക്കെ. Then conclusion. In summary, meningitis is a life-threatening condition that is fatal and requires immediate attention and knowledge. The protective membranes around the brain and spinal cord are compromised by their bacterial or viral infection, requiring prompt medical attention to avoid serious consequences and enhance the prognosis. അതായത് ചുരുക്കത്തില് മെനിഞ്ചൈറ്റിസ് ജീവന് ഭീഷണിയായ ഒരു അവസ്ഥയാണ്. ഉടനടി ശ്രദ്ധയും അറിവും ആവശ്യമാണ്. തലച്ചോറിനും സുഷുമ്നാ നാഡിക്കും ചുറ്റുമുള്ള സംരക്ഷണ സ്തരങ്ങൾ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറൽ അണുബാധ മൂലം തകരാറിലാവുകയോ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുന്നതിനോ രോഗാവസ്ഥ വർദ്ധിപ്പിക്കുന്നതിനോ നമ്മൾ ഉടൻ തന്നെ മെഡിക്കൽ അറ്റൻഷൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, താങ്ക് യു. മാം കേൾക്കുന്നില്ല, സൗണ്ട് ഇല്ല, കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ പറയണ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഇപ്പൊ സെമിനാർ എടുത്ത 2 പേരുണ്ടല്ലോ, അസീന എടുത്തിട്ടുണ്ടായിരുന്നു, സ്നേഹ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ 2 പേരുടെയും ഫുൾ നെയിം പറയണം. കാരണം നിങ്ങൾക്ക് സെമിനാറിന് 100 മാർക്ക് ഉണ്ട്. നമുക്ക് എന്താ പറയാ ഡിപ്ലോമയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സെമിനാർ ഉണ്ട്. സോ ഈ സെമിനാറിന് നിങ്ങൾക്ക് ഓരോ കുട്ടികൾക്കും എത്ര മാർക്ക് ഉണ്ട്? 100 മാർക്ക് ഉണ്ട്.
സെമിനാറിന് ആ 100 മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് നെയിം പറയുമ്പോൾ ഞാൻ എൻറ്റർ ചെയ്തോളാം. ഓക്കെ, അസീനയുടെ ഫുൾ നെയിം എന്താണ്? അസീന PM. അസീന PM. TN. ആ സർട്ടിഫിക്കറ്റിലൊക്കെ ഉള്ള നെയിം ഇതല്ലേ? അതെ അതെ. സ്നേഹയുടെയോ? സ്നേഹ സ്നേഹ മനോഹരൻ. സ്നേഹ മനോഹരൻ. അതെ. ഈ രശ്മിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ മാം, പ്രിപ്പയർഡ് ആണ്. ഓക്കെ എടാ, ഒന്ന് പെട്ടെന്ന് റൗണ്ട് അപ്പ് ചെയ്യണോട്ടെ, ടൈം അധികം ഇല്ല. അതുകൊണ്ട് ഒരു ഓക്കെ മാം. ഓക്കെ. ഏത് ലാംഗ്വേജ്? ഇംഗ്ലീഷ് ആണോ? ഇംഗ്ലീഷും മലയാളവും പറയാം മാം. ഓക്കെ എടാ. Okay ma'am, good morning. Okay ma'am. Good morning ma'am and all my dear friends. Let's start the seminar about meningitis. It's me Rashmi Mohan from Kollam. Okay, start ചെയ്യാം. മെനിഞ്ചൈറ്റിസ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം മെനിഞ്ചസ് അല്ലെങ്കിൽ ഇത് എവിടെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് ആദ്യം അറിയേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റഡ് ആയിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്. മാം കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. ഓക്കെ മാം. അപ്പം നമ്മുടെ തലച്ചോറിനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു ഡബിൾ ലെയർഡ് മെമ്പറൈൻ എന്ന് പറയുന്നതാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസിന്റെ ഇടയിൽ ഒരു ദ്രാവകമുണ്ട്, അതാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, CSN എന്ന് പറയുന്നത്. അപ്പൊ ഈ മെനിഞ്ചസിന്റെ ഇടയിലുള്ള ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡും ഈ പറയുന്ന രണ്ട് ആവരണങ്ങൾക്കും ഉണ്ടാകുന്ന ബാക്ടീരിയൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൈക്രോ ഓർഗാനിസംസിന്റെ ആധിക്യമാണ് നമുക്ക് ഈ പറയുന്ന മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാവുന്നത്. മെനിഞ്ചൈറ്റിസ് ഈസ് ആൻ ഇൻഫെക്ഷൻ ആൻഡ് സ്വെല്ലിംഗ് കോൾഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഫ്ലൂയിഡ് ആൻഡ് ദ മെമ്പറൈൻ അറൌണ്ട് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. These membranes are called meninges. The inflammation from meningitis also often triggers symptoms like, ഇനി നമുക്ക് ഈ മെനിഞ്ചൈറ്റിസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാം? തുടക്കത്തിൽ അത് നമുക്കൊരു തലവേദനയായിട്ടും പിന്നീട് അത് പനിയായിട്ടും അതിഭയങ്കരമായ കഴുത്ത് വേദന ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിട്ടായിരിക്കും ആദ്യം ഇത് വരുന്നത്. അപ്പൊ ഈ പറയുന്ന മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ തലവേദന, പനി, കഴുത്ത് വേദന തുടങ്ങിയ എല്ലാ പനികൾക്കും ഉള്ള എല്ലാ സിംറ്റംസും ഇതിനും കാണും. വൈറൽ ഇൻഫെക്ഷൻസ് ആർ ദ മോസ്റ്റ് കോമൺ കോസസ് ഓഫ് മെനിഞ്ചൈറ്റിസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള രാജ്യങ്ങളിൽ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. വൈറൽ മാത്രമല്ല, ബാക്ടീരിയയും പാരസൈറ്റ്സും ഫംഗസും എല്ലാം ഇതിന് കാരണമാകുന്നു. മെനിഞ്ചൈറ്റിസ് ഇംപ്രൂവ്സ് അത് നമുക്ക് ഈ പറയുന്ന മെനിഞ്ചൈറ്റിസ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഭേദമാകുന്ന ഒരു അസുഖമാണ്. ഈ പറയുന്നത് നമുക്ക് പേടിക്കേണ്ട ഒരു അസുഖമല്ല, പക്ഷെ കൃത്യമായ ഡയഗ്നോസിസും കൃത്യമായ ട്രീറ്റ്മെന്റും മെനിഞ്ചൈറ്റിസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇത് കൃത്യമായ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ട്രീറ്റ്മെന്റ് എടുത്തില്ല, ഡയഗ്നോസിസ് ചെയ്തില്ല എങ്കിൽ മരണം വരെ സംഭവിക്കാം. മെനിഞ്ചൈറ്റിസ് ക്യാൻ ഓൾസോ കോസ് ഡെത്ത്. ഇറ്റ് ഓഫൻ നീഡ്സ് ക്വിക്ക് ട്രീറ്റ്മെന്റ് വിത്ത് ആന്റിബയോട്ടിക്സ് കൊണ്ട് നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സിംറ്റംസ് ഇൻ 2 years, പീപ്പിൾ ഓൾഡർ ദാൻ 2 years എന്തൊക്കെ സംഭവിക്കുന്നു? 2 വയസ്സ് കൂടിയ കുട്ടികൾക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്കിത് സിംറ്റംസ് എങ്ങനെയൊക്കെ വരാം എന്ന് പറഞ്ഞാൽ, പെട്ടെന്നൊരു പനി, ഒരു കാരണവും ഇല്ലാത്തൊരു പനി, കഴുത്തിൽ വേദന, പിന്നെ ഹെഡ് ഏക്ക്, വോമിറ്റിംഗ്, നിരന്തരമായ ഛർദില്, പിന്നെ സീഷേഴ്സ് വരാം. അതായത് ഈ ജന്നി പോലുള്ള പ്രശ്നങ്ങള്, ജന്നി വരുന്നത് തന്നെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ കണ്ണിന് അത് സെൻസിറ്റിവിറ്റിയാണ്, നമുക്ക് കണ്ണ് ലൈറ്റിലേക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ നമുക്ക് കുടിക്കാനോ കഴിക്കാനോ ഒന്നും കഴിയാത്തൊരു അവസ്ഥ. പിന്നെ സ്കിന്നിലൊക്കെ റാഷസ് വരാം. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് മെനിഞ്ചൈറ്റിസിന്റെ രോഗലക്ഷണങ്ങളായിരിക്കാം. മെനിഞ്ചൈറ്റിസ് 2 വയസ്സിൽ കൂടുതൽ എല്ലാവർക്കും വരാം, ന്യൂബോൺസിനും വരാം, ഇൻഫാൻസിനും വരാം. ഈ ന്യൂബോൺ ബേബീസിന്റെ കാര്യം പറയുവാണെങ്കിൽ അവർക്ക് ഹൈ ഫീവർ, കോൺസ്റ്റന്റ് ക്രൈയിങ്, ട്രബിൾ വൈൽ സ്ലീപ്പിംഗ്, നോട്ട് ആക്റ്റീവ് ഇൻ ദെയർ ആക്ടിവിറ്റീസ്, നോട്ട് വാക്കിംഗ് അതായത് ഒരു പാല് കുടിക്കില്ല, പുവർ ഫീഡിങ് ആയിരിക്കും, വൊമിറ്റിംഗ് ആയിരിക്കും,
പിന്നെ എപ്പോഴും ഡിസിനസ് ആയിരിക്കും അവർക്ക് കാണപ്പെടുന്നത്, അതായത് എപ്പോഴും മാണ്ട് ഉറങ്ങുന്ന ഒരു അവസ്ഥ. ഇതൊക്കെയാണ് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളിൽ, ന്യൂ ബോൺസിലും ഇൻഫാൻസിലും നമ്മൾക്ക് മെനിഞ്ചൈറ്റിസ് വന്നാൽ കാണാൻ കഴിയുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന വോമിറ്റിങ്ങും ഈ പറയുന്ന തലവേദനയും നിരന്തരമായ ഒരു ദിവസം നീണ്ടു നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡോക്ടറിനെ കൊണ്ട് കാണിക്കേണ്ട കേസസ് ആയിരിക്കും. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ക്യാൻ കോസ് ഡെത്ത് വിതിൻ ഡേയ്സ് വിതൗട്ട് ഫാസ്റ്റ് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ്. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്കിന്റെ ട്രീറ്റ്മെന്റ് കിട്ടിയില്ലേ എങ്കിൽ മരണത്തിന് കാരണമാകും. ഡിലേഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലോങ് ടേം ബ്രെയിൻ ഡാമേജിന് വരെ കാരണമാകാം ഈ പറയുന്ന മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, ഈ പറയുന്ന മെനിഞ്ചൈറ്റിസ് germs that enters the bloodstream and travel to the brain and spinal cord causes ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. ഈ പറയുന്ന മെനിഞ്ചൈറ്റിസിലും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിലേക്കും ബാക്ടീരിയ ആധിക്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞു വന്നത്. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ക്യാൻ ഓൾസോ ഹാപ്പൻ directly when they enter into the meninges. This may cause by the ear or sinus infection or skull fracture. സ്കൾ ഫ്രാക്ചറിനും ചെവി വേദനയ്ക്കും സൈനസ് ഇൻഫെക്ഷനും കാരണമാകുന്നു. ഇത് പല രീതിയിൽ ഉണ്ടാകാം. സെവറൽ സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയാസിൽ നിന്നും നമുക്കിത് ഉണ്ടാകാം. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, നെയ്സീരിയ മെനിഞ്ചൈറ്റിസ്, പിന്നെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, ലൈസീരിയ മോണോസൈനോസൈറ്റിസിസ്, എങ്ങനെയൊക്കെയുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. തൊട്ട് മുമ്പ് പറഞ്ഞ സ്നേഹ എന്ന് പറഞ്ഞ കുട്ടി ഇതെല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നത് കൊണ്ട് ഞാനിത് ഓരോന്നും പറയണോ മാം? ഇതെല്ലാം ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഈ പറയുന്ന ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ് ആണ്. വൈറൽ മെനിഞ്ചൈറ്റിസിനെ കുറിച്ച് പറയാം. വൈറൽ മെനിഞ്ചൈറ്റിസ് ഈസ് മോസ്റ്റ് ഓഫൻ വൈൽഡ് ആൻഡ് ക്ലിയർ ഓൺ ഇറ്റ്സ് ഓൺ. എ ഗ്രൂപ്പ് ഓഫ് വൈറസസ് നോൺ ആസ് എൻറ്റീരിയോ വൈറസസ് ഈസ് ഓഫൻ കോസ്ഡ് ബൈ ദിസ് മെനിഞ്ചൈറ്റിസ്. അതായത് വൈറൽ മെനിഞ്ചൈറ്റിസ് ആണ് കോമൺ ആയിട്ട് ഉള്ളത്. ഇതെന്ന് പറയുന്നത് ഹെപ്പേരസ് കോംപ്ലക്സ് വൈറസ്, HIV, മംസ്, വെസ്റ്റ് നൈൽ ഇങ്ങനെയൊക്കെയുള്ള പേരുകളുള്ള വൈറസ് കാരണമാണ് ഇതുണ്ടാകുന്നത്. ഇനി ഇത് കൂടാതെ ക്രോണിക് മെനിഞ്ചൈറ്റിസ് ഉണ്ട്. ക്രോണിക് മെനിഞ്ചൈറ്റിസ് ഈസ് മെനിഞ്ചൈറ്റിസ് ഹൂസ് സിംറ്റംസ് ലാസ്റ്റ് ഫോർ ലീസ്റ്റ് 4 weeks. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു മെനിഞ്ചൈറ്റിസ് ആണ് ക്രോണിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. സിംറ്റംസ് ക്യാൻ ന്യൂ ഓൺസെറ്റ് മെനിഞ്ചൈറ്റിസ് ബട്ട് they come on slower and last longer. Symptoms may include headache. ഈ പറയുന്ന എല്ലാത്തിനും ഹെഡേക്ക്, തലച്ചോറിനെ ബാധിക്കുന്നതായതുകൊണ്ട് ഫീവറും സീഷേഴ്സും വോമിറ്റിങ്ങും നിരന്തരം ഉണ്ടാവും. ക്രോണിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു മെനിഞ്ചൈറ്റിസ് ആണ്. ഫംഗൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അത്ര കോമൺ അല്ല. US-ലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ളത്. ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ് ഇസ് എ കോമൺ ഫംഗൽ ഫോം ഡിസീസ്. ഇറ്റ് അഫക്ട് ദ പീപ്പിൾ വിത്ത് വീക്കൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രധാന നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഇപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മൊത്തവും ബാധിച്ചിട്ട് എയ്ഡ്സ് വരെയുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇത് ഡയഗ്നോസിസ് ആകും എന്നുള്ളതാണ് വൈറൽ ഇൻഫെക്ഷൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അങ്ങ് തകരാറിലാക്കും. കാര്യം നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നതാണല്ലോ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ലാണ്ടായി പോവും ഈ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന വൈറൽ മെനിഞ്ചൈറ്റിസ് വന്നു കഴിഞ്ഞാൽ. ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസും ഉണ്ട്. ക്രോണിക് കഴിഞ്ഞാൽ ഇനി അടുത്തത് ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് ഒരു റെയർ കോംപ്ലിക്കേഷൻസ് ആണ്. TB പേഷ്യൻസിലാണ് ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത്. ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസ് നീഡ്സ് ട്രീറ്റ്മെന്റ് വിത്ത് TB മെഡിസിൻസ്. TB മെഡിസിൻസിനോടൊപ്പം ഈ മെനിഞ്ചൈറ്റിസിന് അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. ഇനി പാരസൈറ്റിക് മെനിഞ്ചൈറ്റിസ് ഉണ്ട്. പാരസൈറ്റിക് മെനിഞ്ചൈറ്റിസ്, പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പുറത്തുനിന്ന്, അതായത് നമ്മുടെ ബോഡിയിലേക്ക് പുറത്തുനിന്നുള്ളൊരു ഫോറിൻ പാർട്ടിക്കിൾ വന്ന് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ആക്ടിവിറ്റീസിനെയും ആക്ടിവിറ്റീസിലേക്ക് അത് കടന്നു കയറും. അപ്പൊ ആ പാരസൈറ്റിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലേക്ക് അനാവശ്യമായ പാരസൈറ്റ്സിന്റെ ആധിക്യം ഉണ്ടാകുന്നത് കൊണ്ടാണ്. അതായത് ഒരു ടേപ്പ് വേം ഇൻഫെക്ഷൻ, നേരത്തെ സ്നേഹ പറഞ്ഞ പോലെ എ ടേപ്പ് വേം ഇൻഫെക്ഷൻ ഈസ് എ ബ്രെയിൻ ഓർ സെറിബ്രൽ മലേറിയ ഓൾസോ ക്യാൻ കോസ് പാരസൈറ്റിക് മെനിഞ്ചൈറ്റിസ്. പിന്നെ അതുപോലെ നമ്മൾ പലപ്പോഴും ഇപ്പൊ ഈ റീസെന്റ് ന്യൂസസിലൊക്കെ നമ്മൾ കേൾക്കുന്നത് ഈ അമീബിക് മെനിഞ്ചൈറ്റിസിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ അത് റെയർ ടൈപ്പ് ആണെങ്കിലും കേരളത്തിൽ അത് ഒരുപാട് കേട്ട് വരുന്നുണ്ട്. അതായത് ഈ സ്വിമ്മിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന അമീബിയ, സിംഗിൾ സെല്ലായിട്ടുള്ള അമീബിയ എന്ന് പറയുന്ന ഒരു ഒറ്റ സെല്ലുള്ള ഒരു ജീവിയാണ് അമീബിയ.
ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. ശരീരം എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്ക് കയറി കഴിഞ്ഞാൽ വളരെ പ്രശ്നം ഉണ്ടാക്കും. അത് നമ്മുടെ 14 വയസ്സുള്ള കുട്ടികളൊക്കെയാണ് ഒരുവിധം ഇതിന് ഇരയാവുന്നത്. ജലാശയങ്ങളിലുള്ള അമീബിയ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലേക്ക് കയറും. അങ്ങനെ ഉണ്ടാകുന്നതാണ് അമീബിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റും സത്യം പറഞ്ഞാൽ ഇല്ല. ഈ ഇടയിലാണ് ഒരു കുട്ടിക്ക് ആ ട്രീറ്റ്മെന്റ് കിട്ടി അത് രക്ഷപ്പെട്ട് ഒരു കഥ, നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടത് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഒരു കുട്ടിക്ക് ഇതുപോലെ എത്രയോ ലക്ഷം ചെലവാക്കി ആ കുട്ടിയെ ജീവൻ തിരിച്ചു പിടിച്ച കഥ നമ്മൾ കഴിഞ്ഞ മാസവും കേട്ടതാണ്. അപ്പം വളരെ റെയർ ആയിട്ടാണ് കുട്ടികളെ അതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുന്നത് നമുക്ക്. The main parasites that cause meningitis often infect animals also. അനിമൽസിൽ നിന്നും വരുന്ന ചില ബാക്ടീരിയാസ് ഇൻഫെക്ഷൻസും ഒക്കെ നമ്മളെ മെനിഞ്ചൈറ്റിസിന്റെ രൂപത്തിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. പീപ്പിൾ ക്യാൻ ഗെറ്റ് ഇൻഫെക്റ്റഡ് ബൈ ഈറ്റിംഗ് ഫുഡ്സ് ദാറ്റ് ഹാവ് ദീസ് പാരസൈറ്റ്സ്. ഇപ്പൊ ഈ പാരസൈറ്റ്സ് ഉള്ള ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ കഴിച്ചാലും ആ പാരസൈറ്റ്സ് നമ്മുടെ ഉള്ളിലേക്ക് കടക്കാം. അങ്ങനെ നമുക്ക് ഈ പറയുന്ന മെനിഞ്ചൈറ്റിസ് ഒക്കെ വരാം. ഇനി കോംപ്ലിക്കേഷൻസും ഉണ്ട്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നതിൽ നമുക്ക് എന്നേക്കുമായി കേൾവി നശിച്ചു പോകാം, ട്രബിൾ ഇൻ വിഷൻ ട്രബിൾ ആവാം, മെമ്മറി ഇഷ്യൂസ് ഉണ്ടാകാം, ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാകാം, ബ്രെയിൻ ഡാമേജ് ഉണ്ടാകാം, നിരന്തരമായി സീഷേഴ്സ് ഉണ്ടാകാം, കിഡ്നി ഫെയിലുവർ, ചോക്ക്, പിന്നെ അതുപോലെ ഡെത്ത്, ഇതൊക്കെ ഉണ്ടാകാം. ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് മെനിഞ്ചൈറ്റിസിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ബ്രെയിനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും ഇത് ബാധിക്കും. നമുക്ക് പ്രിവെൻഷൻ വളരെ എളുപ്പമായിട്ടുള്ള പ്രിവെൻഷൻസ് ആണ്. പരമാവധി നമ്മൾ നമ്മുടെ കൈകൾ കൊറോണ വന്ന സമയത്ത് നമ്മൾ ചെയ്തിരുന്ന പോലെ ഏത് വസ്തു എടുത്താലും നമ്മൾ കൈ കഴുകാൻ ശീലിക്കുക, ഗുഡ് ഹൈജീൻ കീപ്പ് ചെയ്യുക, നമ്മുടെ ബിലോങ്ങിങ്സ് മറ്റൊരാളുമായിട്ട് പരമാവധി ഷെയർ ചെയ്യാതിരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, എക്സസൈസസ്, പരമാവധി നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരു പാരസൈറ്റ്സ് നമ്മുടെ ശരീരത്തിൽ കയറാതിരിക്കും. എപ്പോഴും നമ്മൾ സ്നീസ് ചെയ്യുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ ഒരു ടവൽ കരുതുക. ഇതൊക്കെ ആസ് യൂഷ്വൽ നമ്മൾ മറ്റേത് രോഗത്തിന് എടുക്കുന്ന പ്രിക്കോഷൻസും മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പ്രഗ്നന്റ് ലേഡീസ് ആണെങ്കിൽ നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡ് പരമാവധി ഒഴിവാക്കുക. പുറത്തുനിന്നുള്ള ഏത് ഫുഡും നമ്മളൊരു 165 ഡിഗ്രിയോളം തിളപ്പിച്ച് ചൂടാക്കിയ ശേഷം മാത്രം ഈ പറയുന്ന വീഗൻ പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ഉള്ളത് പറ്റും. ഇനി വാക്സിനേഷൻസും ഇതിന് അവൈലബിൾ ആണ്. ഹീമോഫാലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി വാക്സിൻ ഉണ്ട്, അതുപോലെ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ ഉണ്ട്, ന്യൂമോകോക്കൽ പോളിസാക്കറൈഡ് വാക്സിനേഷൻ അവൈലബിൾ ആണ്, മെനിഞ്ചോകോക്കൽ കോൺജുഗേറ്റ് വാക്സിനേഷൻസ് അവൈലബിൾ ആണ്, അതുപോലെ സീറോ ഗ്രൂപ്പ് ബി മെൻ ബി എന്ന് പറയുന്ന ഒരു വാക്സിനും ഇതിന് അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള വാക്സിൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇനി പറയുന്നത് ഡയഗ്നോസിസിനെ കുറിച്ചാണ്. ഓക്കെ മാം. മാം കേൾക്കുന്നില്ല? ഓക്കെ, എങ്ങനെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തോട്ടാ. ഓക്കെ മാം. ഓക്കെ, ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണലിനെ കൊണ്ടേ അത് സാധിക്കുകയുള്ളൂ. ഒരു മെനിഞ്ചൈറ്റിസിനെ ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് ബ്ലഡ് കൾച്ചേഴ്സ് ചെയ്യപ്പെടാം, പിന്നെ നമുക്ക് ഇമേജിങ്, അതായത് CT സ്കാനും MRI സ്കാൻസും എക്സ്റേസും വെച്ചിട്ടും അതുപോലെ സ്പൈനൽ ടാപ്പിംഗ് വഴിയും ഡോക്ടേഴ്സ് അത് കണ്ടുപിടിക്കുന്നു. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സിലൂടെയും ആന്റിബയോട്ടിക്സ് ആണ് ഇതിന്റെ പ്രധാന ട്രീറ്റ്മെന്റും. റെസ്റ്റ് എടുക്കുക, പ്ലെന്റി ഓഫ് ഫ്ലൂയിഡ്സ് കഴിക്കുക, അതുപോലെ മെഡിസിൻസ് കൃത്യമായി കഴിക്കുക. ആന്റിബയോട്ടിക് പക്ഷെ വൈറൽ മെനിഞ്ചൈറ്റിസിന് ആന്റിബയോട്ടിക്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് ആ ട്രീറ്റ്മെന്റ് വൈറൽ മെനിഞ്ചൈറ്റിസ് വന്നാൽ അത് ആന്റിബയോട്ടിക്കിലൂടെ അതിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് കൊണ്ട് അതിനെപ്പറ്റി ഓരോന്നിനെ കുറിച്ചും ഞാൻ കൂടുതൽ പറയുന്നില്ല മാം. അപ്പൊ എൻ്റെ ഇന്നത്തെ സെമിനാർ, ടുഡേസ് മൈ സെമിനാർ സെക്ഷൻ ഈസ് ഓൾറെഡി ഓവർ മാം, ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ഐ ക്യാൻ സ്പീക്ക് അബൌട്ട് മെനിഞ്ചൈറ്റിസ്. താങ്ക് യു മാം. മാം, എങ്ങനെ സെമിനാർ പറയുമ്പോൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ള നിർബന്ധമാണോ? ഇല്ല, കംഫർട്ടബിൾ അതേപോലെ എടുക്കാം. ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ എടുക്കാം. ഓക്കെ.
സൈൻ ഔട്ട് ആരാ പറയുന്നത്? മാം ഞാൻ സജന. സജന, 3 പേർക്കും കൂടി സൈൻ ഔട്ട് പറയണം കേട്ടോ. സ്നേഹ, രശ്മി, അസീന കേട്ടോ. Okay. I'm here today for the sign out. Thank you, Abar ma'am, മാം എന്റെ ഫുൾ നെയിം പറഞ്ഞില്ലായിരുന്നു. ഫുൾ നെയിം പറഞ്ഞില്ല, ലെഫ്റ്റ് ആയി. മെസ്സേജ് അയച്ചാൽ മതിയല്ലോ. അനക്ക് ചെയ്തു സജന. Thank you, Abarna ma'am, for your section. Thank you, Asina, Sneha, and Rashmi for the presentation. It was very useful to us. Now we are cleared about what is meningitis, its symptoms, precautions, and treatments. It was very useful to us. And I also thanking Asina for prayer, Mrudula for signing, and Rachel for the thought. Thank you all. And I looking forward to the next class. See you then. This is Sajna signing out. Thank you all. Thank you, ma'am.